ജ്യേഷ്ഠൻ നൽകിയ 100 രൂപയുമായി ചെന്നൈ തെരുവുകളിലെത്തിയ ബാലൻ സൂപ്പർ താരമായി മാറിയ കഥ. ആദ്യ പ്രതിഫലം 10 പൈസ, ഇന്ന് 200 കോടി. ശിവാജി റാവു ഗെയ്ത്വാദ് രജനീകാന്തായി മാറിയ കഥ. ഇന്ത്യൻ സിനിമയിൽ പകരക്കാരില്ലാത്ത നടന്മാരിൽ ഒരാളാണ് രജനീകാന്ത്. നടന്റെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. സാധാരണക്കാരനായി ജനിച്ച ശിവാജി റാവു ഗെയ്ത്വാദ് ഇന്ന് നമ്മൾ കാണുന്ന രജനീകാന്തായി മാറാൻ താരം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ സിനിമാ മേഖലയിൽ 50 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട പടയപ്പ. 6 പേരടങ്ങുന്ന ഒരു സാധാരണ കുടുംബത്തിലാണ് നടന്റെ ജനനം. താരത്തിന് 2 മൂത്ത സഹോദരന്മാരും ഒരു മൂത്ത സഹോദരിയുമാണുള്ളത്. കുടുംബത്തിലെ ഇളയ കുട്ടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. കുസൃതി കുടുക്കയായിരുന്ന നടൻ പഠനത്തിലേക്കാളേറെ ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ എന്നീ മേഖലകളിലാണ് താല്പര്യം കാണിച്ചത്. ചെറുപ്പം മുതലേ അഭിനയത്തിൽ താല്പര്യമുണ്ടായിരുന്ന നടൻ സ്കൂൾ കാലഘട്ടത്തിൽ മഹാഭാരതത്തിലെ ഏകലവ്യന്റെ സുഹൃത്തായി നാടകങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. താരത്തിന്റെ സ്കൂൾ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ സത്യനാരായണൻ രജനീകാന്തിനെ ആത്മീയ പ്രഭാഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. തുടർന്ന് അദ്ദേഹം രജനീകാന്തിനെ രാമകൃഷ്ണ മിഷനിൽ ചേർത്തു. താരത്തെ ആത്മീയ പാതയിലേക്ക് നയിച്ച കാര്യങ്ങളായിരുന്നു ഇവ. നന്നായി പഠിച്ച് SSLC വിജയിക്കാൻ ജ്യേഷ്ഠൻ നൽകിയ 100 രൂപയുമായാണ് നടൻ സിനിമാ മോഹവുമായി ചെന്നൈയിലേക്ക് ഒളിച്ചോടിയത്. ചെന്നൈയിലെത്തിയ താരം അവസരങ്ങൾ തേടി അലഞ്ഞു നടന്നു. ഒരുപാട് വാതിലുകൾ മുട്ടി, പക്ഷേ അവസരം ലഭിച്ചില്ല. തുടർന്ന് ബംഗളൂരുവിലേക്ക് മടങ്ങി. അടുത്തിടെ നടന്ന കൂലി എന്ന സിനിമയുടെ പ്രൊമോഷൻ വേളയിലും രജനീകാന്ത് ഇക്കാര്യം ഓർത്തു. സിനിമയിൽ നല്ലൊരവസരം ലഭിക്കാൻ വൈകിയതോടെ കുടുംബത്തെ നോക്കാനായി താരം കൂലിപ്പണി ചെയ്യാൻ തുടങ്ങി. അന്ന് ഒരു കെട്ടുയർത്താൻ 10 പൈസ ലഭിക്കും, 100 കെട്ടുയർത്താൻ 10 രൂപ. പിന്നീട് രജനീകാന്ത് തന്റെ രണ്ടാമത്തെ സഹോദരന്റെ ഭാര്യ പിതാവ് വഴി കണ്ടക്ടറായി ജോലിക്ക് കയറി. കണ്ടക്ടറായി ജോലി ചെയ്തിരുന്ന കാലത്ത് ഗതാഗത വകുപ്പിൽ നടന്ന നാടകത്തിൽ ഭീഷ്മന്റെ വേഷം ചെയ്യേണ്ട ആളെത്തിയിരുന്നില്ല. തുടർന്ന് നടൻ ആ വേഷം സ്വീകരിച്ച് അഭിനയിച്ചു. അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ടവരെല്ലാം അദ്ദേഹത്തെ പ്രശംസിച്ചു. രജനിയുടെ സുഹൃത്ത് രാജ് ബഹദൂർ അദ്ദേഹത്തെ സിനിമയിൽ അഭിനയിക്കാൻ ഉപദേശിക്കുകയും ഇടയ്ക്കൊക്കെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തു. വീണ്ടും അടങ്ങാത്ത സിനിമാ മോഹവുമായി രജനി ചെന്നൈയിലേക്ക് വണ്ടി കയറി. അഭിനയത്തോടുള്ള അഭിനിവേശത്തോടെ ചെന്നൈയിലെത്തിയ അദ്ദേഹം മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. അഭിനയത്തിൽ പരിശീലനം നേടി ബിരുദം സ്വന്തമാക്കി. അതിനുശേഷം സിനിമാ അവസരങ്ങൾ തേടി ചെന്നൈയിലെ തെരുവുകളിൽ രജനീകാന്ത് അലഞ്ഞിട്ടുണ്ട്. മൗണ്ട് റോഡിൽ വഴിയരികിൽ ഉറങ്ങി. പിന്നീട് അതേ മൗണ്ട് റോഡിൽ പലയിടങ്ങളിലും രജനീകാന്തിന്റെ കൂറ്റൻ കട്ടൗട്ടുകൾ ഉയർന്നു. അത് ചരിത്രം. നടൻ അഭിനയിക്കാനുള്ള അവസരങ്ങൾ തേടി നടന്നിരുന്ന കാലത്താണ് സംവിധായകൻ K. ബാലചന്ദറിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹമാണ് ശിവാജി റാവു ഗെയ്ത്വാദിനെ രജനീകാന്താക്കി മാറ്റിയത്. ഇന്ന് തമിഴ് സിനിമയുടെ കിരീടം വെക്കാത്ത രാജാവാണ് രജനീകാന്ത് എന്ന മഹാനടൻ. അന്ന് ഒരു കെട്ടുയർത്തുന്നതിന് 10 പൈസ ലഭിച്ചിരുന്ന വ്യക്തി ഇന്ന് കൂലി എന്ന സിനിമയിൽ 200 കോടി രൂപ വരെ പ്രതിഫലം വാങ്ങിയിട്ടുണ്ട്.